BLM കേരള തമിഴ്നാട് പോണ്ടിച്ചേരി. ഓഫീസ് മുറി വിവാദത്തിൽ പ്രതികരണവുമായി സ്പീക്കർ AN ഷംസീർ. വട്ടിയൂർക്കാവ് MLA VK പ്രശാന്തിനോട് ഓഫീസ് ഒഴിയാൻ കൗൺസിലർ R ശ്രീലേഖ ആവശ്യപ്പെട്ടത് മര്യാദക്കേടാണെന്നാണ് AN ഷംസീറിന്റെ പ്രസ്താവന. ഒരു കൗൺസിലർ എങ്ങനെയാണ് MLA ഓഫീസ് ഒഴിയാൻ ആവശ്യപ്പെടുകയെന്നും ഈ വിവാദം അവസാനിപ്പിക്കണമെന്നും സ്പീക്കർ വ്യക്തമാക്കി. അതൊന്നും അങ്ങനെ ചെയ്യേണ്ട. MLA ഒരു വട്ടിയൂർക്കാവ് MLA അദ്ദേഹത്തിന് ഓഫീസ് കൊടുത്തൽ വലിയ സംഭവമൊന്നുമല്ല. കുറച്ചുകൂടി മെച്യൂറായി അദ്ദേഹത്തെ പോലെ പെരുമാറണമായിരുന്നു. അവരൊരു ഉയർന്ന, ഞങ്ങളൊക്കെ ബഹുമാനിക്കുന്ന ആൾ തന്നെയാണ്. അങ്ങനെ ഒരു MLA ഒഴിയണമെന്നൊക്കെ പറയുന്ന ഒരു രീതി ശരിയായില്ല. കോടതിയിലായി തീർക്കേണ്ട കാര്യമാണ്. പിന്നെ ഒരു കൗൺസിലർക്ക് MLA പറയാൻ പറ്റുമോ നിങ്ങൾ ഒഴിയണമെന്ന്? അതൊക്കെ നിങ്ങൾ ചോദിക്കേണ്ട ചോദ്യമായിരുന്നു. ഒരു കൗൺസിലർ എങ്ങനെയാണ് MLA നിങ്ങൾ ഒഴിയണമെന്ന് പറയാം? കോർപ്പറേഷൻ പറയാം, കൗൺസിലർ പറയാം നിങ്ങൾ ഒഴിഞ്ഞുകൊള്ളണം. അപ്പോൾ അത് അദ്ദേഹത്തെ പോലെ ഒരാളെടുത്ത് നിന്നും ഇത്രയും വളരെ എക്സ്പീരിയൻസ്ഡ് ആയ ഒരാളുടെ ഭാഗത്തുണ്ടായ വളരെ ഇമ്മച്വറായ പെരുമാറ്റമായിപ്പോയി എന്നുള്ള അഭിപ്രായം എനിക്കുള്ളത്. അതിന് എന്തൊക്കെ മാർഗങ്ങളുണ്ട്? ഞാൻ പറഞ്ഞല്ലോ, ഇതൊരു കൊമേഴ്ഷ്യൽ പർപ്പസ് അല്ല. MLA സേവനവും കൗൺസിലറുടെ സേവനവും ഒക്കെ ജനസേവനം തന്നെയാണ്. ഇതാരെങ്കിലും നാളെ ഇദ്ദേഹത്തിൻ്റെ പേഴ്സണൽ ആവശ്യങ്ങൾക്ക് ഉപയോഗിക്കാനും പോകുന്നില്ല. അത് അദ്ദേഹം ജനസേവനത്തിൻ്റെ ഭാഗമായി ജനങ്ങൾക്ക് എളുപ്പത്തിൽ എത്താൻ വേണ്ടി ലഭിച്ചൊരു ഓഫീസാണ്. അതൊന്നും ഇങ്ങനൊരു വലിയ കോൺട്രവേഴ്സി ആക്കേണ്ട കാര്യമില്ല. അതൊക്കെ അങ്ങനൊരു വളരെ പാസിംഗായി പറഞ്ഞുകൊണ്ട് കാര്യം. ഇങ്ങനെ മൊത്തത്തിൽ നിങ്ങൾക്കറിയാം, കേരളം എല്ലാം കോൺട്രവേഴ്സി. നിങ്ങൾക്ക് പിന്നെ ഒരു സംഗതി ലൈവായി നിർത്താൻ വേണ്ടി ഇതിങ്ങനെ ലൈവാക്കി നിർത്തുകയാണ്. MLA എന്തൊക്കെ പറഞ്ഞാലും പ്രോട്ടോക്കോളിൽ ഞാൻ മനസ്സിലാക്കുന്നിടത്തോളം കൗൺസിലറുടെ മുകളിലാണ് MLA. നിങ്ങൾ കേരളത്തിൽ ഒരു MLAക്കും കേരളത്തിൻ്റെ പുറത്തുള്ള MLAമാരുടെയും അലവൻസും മറ്റു കാര്യങ്ങൾ കമ്പയർ ചെയ്ത് നിങ്ങൾ എന്നിട്ട് സംബന്ധിച്ച് ചോദ്യത്തിന് ഉത്തരം പറയാൻ. MLA ഹോസ്റ്റലിൽ വരുമ്പം MLA ഓഫീസ് ആളുകൾക്ക് വന്ന് താമസിക്കേണ്ടി വരും, MLA പല ആവശ്യങ്ങൾക്ക് വരുന്നവർക്ക്. അപ്പോൾ ആ രീതിയിലൊക്കെ ഉപയോഗിക്കുന്നുണ്ടോ? അത് അദ്ദേഹം ഒരു ഓഫീസ് അവിടെ വെച്ചാൽ ഒരു ആകാശം ഇടിഞ്ഞു പോകുന്ന സംഭവമൊന്നുമല്ല. ഒരു ഓഫീസ് ഇപ്പം MLA ഹോസ്റ്റലിലേക്ക് എളുപ്പത്തിൽ ആൾ കയറി വരാൻ പറ്റും? ചോദിക്കില്ല ആൾക്കാർ എന്തിനു വന്നതെന്നുള്ളത്. ഓഫീസാകുമ്പോൾ എളുപ്പത്തിൽ ആൾക്ക് കയറി വരാം. MLA ഹോസ്റ്റലിൽ ഒരു മാട് വാച്ച് ആൻഡ് വാർഡ് ഉണ്ടാവും, എന്തിനു പോകുന്നു ചോദിക്കില്ല. ചോദ്യങ്ങളില്ല അങ്ങോട്ടും ഇങ്ങോട്ടും. അവർ MLA കാണാൻ ജനത്തിന് വരുമ്പം ജനത്തിന് ഈസിലി ആക്സസിബിൾ ഉണ്ടാവണം. അത് MLA ഹോസ്റ്റലാകുമ്പോൾ നടക്കില്ല. MLA ഹോസ്റ്റലിൽ വാച്ച് ആൻഡ് വാർഡ് ആളുകളുണ്ട്, എങ്ങോട്ട് പോകുന്നു ചോദ്യങ്ങൾക്ക് ഉത്തരം പറയേണ്ടി വരും. ഇതങ്ങനെയല്ല. ഇത് MLAക്ക് ജനങ്ങൾക്ക് MLA എളുപ്പത്തിൽ കാണേണ്ടി വരും. അപ്പം അതിന് ഒരു ഓഫീസ് അവിടെ. അപ്പം അത് നിങ്ങളങ്ങനെ ഒരു കുത്തി അങ്ങനെ ഒരു ഇഷ്യൂ ആക്കണ്ട. അതൊരു ചെറിയ സംഭവമാണ്. എൻ്റെയും BLMൻ്റെയും ക്രിസ്മസ് പുതുവർഷ ആശംസകൾ.